രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലുണ്ട്. എങ്ങനെയാണ് അത് സാധ്യമായത്? എന്തുകൊണ്ട് കേരളത്തിൽ BJP വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരുത്തിയത്? നിങ്ങൾ നോക്കൂ, തൊട്ട മുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു. കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രി ഓഫീസ് തീരുമാനിക്കുക. അതിലൊന്നും തെറ്റില്ല. സദസ്സിലിരിക്കേണ്ടവർ സദസ്സിലിരിക്കാം. ഞങ്ങളിപ്പോൾ സദസ്സിലിരിക്കുന്നത്, അതിലൊന്നും ഒരു പരാതിയില്ല. എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധി ഒന്നും പോലുമല്ലാത്ത ഒരു വ്യക്തിയെ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ? ജനാധിപത്യ വിരുദ്ധല്ലേ? രാഷ്ട്രീയ അല്പത്തരമാണത്. യഥാർത്ഥത്തിൽ പഴയൊരു ചൊല്ലുണ്ട്, ഈ വിളിക്കാത്ത സദ്യക്ക് വിളമ്പുന്നയാൾക്ക് ലജ്ജയില്ലെങ്കിലും തിന്നുന്നയാൾക്ക് ലജ്ജ വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം നോക്കണം. എന്നാൽ രാഷ്ട്രീയ അല്പത്തരല്ലേ ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം BJPക്ക് വരും? അദ്ദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടല്ലേ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത്. പിന്നെയല്ലേ ഇപ്പോൾ രണ്ട് രാജ്യസഭാ മെമ്പറോ തിരുവനന്തപുരം മേയറോ അവിടെ വന്നിരുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മണിക്കൂറായി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ്, അവിടുന്ന് കൈ ഉയർത്തുകയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ അല്പത്തമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. മലയാളി ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷ് മുൻ മന്ത്രിയാണ്, ഇപ്പൊ MLA ആണ്. അദ്ദേഹം സദസ്സിലിരിക്കുന്നുണ്ട്, നിങ്ങൾ തൊട്ട മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇദ്ദേഹം വന്നിരിക്കുന്ന മനസ്സിലാക്കാം, ഏത് BJP സംസ്ഥാന അധ്യക്ഷൻ. എന്നാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കാതിരിക്കുക, സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ വലിയൊരു ശതമാനം സദസ്സിലിരിക്കുന്ന ഒരു പരിപാടി, ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുന്ന പരിപാടി, അങ്ങനെയുള്ളൊരു പരിപാടിയിൽ എന്താണ് ക്രൈറ്റീരിയ? എന്ത് മാനദണ്ഡത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഇരുത്തിയിട്ടുള്ളത്? ഇത് മലയാളി ചർച്ച ചെയ്യും. മലയാളി എന്തായാലും ചർച്ച ചെയ്യും. ഇനി ഇപ്പോഴത്തെ അധ്യക്ഷനെ മാത്രമല്ല, BJPക്ക് കിട്ടാവുന്ന മുഴുവൻ ആളെയും വേദിയിൽ ഇരുത്തിയാലും ഈ പദ്ധതി എങ്ങനെ നടപ്പിലായി എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനുടെ സീറ്റുണ്ട്, ഇരിപ്പിടമുണ്ട്, പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ അതിന്റെ മറ്റു വശത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ഈ പോയിന്റ് മാത്രം റേസ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്.